ഹലോ, നമ്മൾ കുറേ ദിവസം മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ അപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കണ്ടാലോ. കൂടുതലായിട്ടുള്ള ഇതൊന്നുമില്ല. ഞാൻ മുകളിൽ നമ്മുടെ യോക്ക് ഭാഗം ഉണ്ടല്ലോ, അത് ആ ഒരു മോഡൽ എങ്ങനെയാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെക്ക് വരുന്ന രീതിയിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോർട്സിൽ കണ്ടിട്ടുള്ള ക്ലോത്ത് അല്ല കേട്ടോ, അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ക്ലോത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരേ കസ്റ്റമറിന് തന്നെ രണ്ടെണ്ണം കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നൊരു 3 വയസ്സായ കുട്ടിക്കും ഒന്ന് 4 വയസ്സായ കുട്ടിക്കുമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്തുകളാട്ടോ, നല്ല വർക്കുള്ള ക്ലോത്ത് നിങ്ങൾ കണ്ടില്ല, അത് അവർ നമുക്ക് തന്നതായിരുന്നു കേട്ടോ. ആ പിങ്കിൻ്റെ റോസിൻ്റെയും അതുപോലെ തന്നെയാണ് യോക്ക് ഭാഗത്തിനുള്ള ക്ലോത്ത് അവർ തന്നിട്ടുണ്ടായിരുന്നു. ബാക്കി നെറ്റും ലൈനിങ്ങും ഒക്കെ ഞാൻ എടുത്തതാട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യോക്ക് ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലൈനിങ്ങിലേക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആം ഹോളും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് കുട്ടികളുടെ അളവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. നമുക്കതിൻ്റെ ഒരു ചാർട്ട് വീഡിയോ ആയിട്ട് ഇടാം. ഇനി നമുക്ക് ചെസ്റ്റ് ഭാഗം കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സീം അലവൻസും കൂടി അടയാളപ്പെടുത്താൻ മറക്കരുത്. എന്നിട്ട് ഇതുപോലെ ഒരു കർവ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആം ഹോളായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് യോക്ക് ഭാഗത്തിൻ്റെ വീതി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അടിഭാഗം വീതിയും അതുപോലെ നീളവും ലെങ്ത്തും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീതി നമ്മൾ വിടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്ന ടൈമിൽ നമ്മൾ സീം അലവൻസും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കർവാക്കി കൊടുക്കുന്നുണ്ട്. എങ്കിലേ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ യോക്ക് ഭാഗമൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിനുള്ള ഭാഗം ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. ഷോൾഡറിൻ്റെ അവിടെയും ഒരു 1/2 ഇഞ്ച്, അതുപോലെ യോക്ക് ഭാഗത്തിൻ്റെ ആ ഭാഗത്തും ഒരു 1/2 ഇഞ്ച് എടുക്കണേ. ഇനി ഇത് ബാക്ക് ഭാഗത്തേക്കുള്ളതാട്ടോ. ആദ്യം ഫ്രണ്ട് പോർഷനുള്ളത് മാത്രമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മുന്നിലേക്ക് തള്ളി കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മൾ സിബ് വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ബാക്ക് ഭാഗം ഞാൻ ഇതുപോലെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ ഈ ഒരു ഹമോളുടെ ഈ ഒരു ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷനൊക്കെ അല്ല ഇതുപോലെ കേട്ടോ എല്ലാവരും ചെയ്യുന്നത്. ഇനി നമുക്ക് വർക്ക് വരുന്ന ക്ലോത്തിലേക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ട്രാൻസ്പെറൻ്റായി നിൽക്കുന്നുണ്ടല്ലോ, വർക്കൊന്നും ഇല്ലാത്ത ഈ ഭാഗം, അവിടെ നിന്നാട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച മോഡൽ കിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ എൻ്റേതായ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലൊക്കെ കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു മോഡൽ കണ്ടാൽ ചെയ്യണം തോന്നിയാൽ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കാറാട്ടോ പതിവ്. ഇനി നമുക്കിതിൻ്റെ ഇതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ ലൈനിങ്ങിൽ ബാക്ക് പോർഷൻ എടുത്തിട്ടുള്ളത് അതുപോലെ ആട്ടോ ബാക്ക് പോർഷൻ എടുക്കാനുള്ളത്. ഇത് നമുക്ക് സ്ലീവാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്ലീവ് ആട്ടോ കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ യോക്ക് ഭാഗം എടുത്തിട്ട് ആ ഒരു ഹാം ഹോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രണ്ട് പോർഷനാണ്. നമ്മുടെ ലൈനിങ് 2 ലൈനിങ് ഉണ്ടല്ലോ, സാറ്റിനും അതുപോലെ കോട്ടൺ ലൈനിങ്ങും, അത് രണ്ടും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെക്കാണല്ലോ, അപ്പോൾ ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ ഭാഗം, ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഈ ഒരു രീതിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എത്രയാണ് അളവ് കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതൊരു മോഡൽ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, 2 ക്ലോത്ത് കൂടി ഒരുമിച്ച് വെച്ചിട്ട്. ഇത് നമുക്ക് ബാക്ക് നെക്കാണ്.
ഇത് നമുക്ക് സിബ് വെക്കാനുള്ള ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് മടക്കിയതിന് ശേഷം കറക്റ്റ് നമുക്ക് ഷോൾഡർ കിട്ടുന്നില്ല എന്നാട്ടോ ഞാൻ നോക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷന് ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അതുപോലെ ബാക്ക് പോർഷന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കൊക്കെ ഞാനിവിടെ നമ്മുടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് പോർഷന് ലൈനിങ്ങും നല്ല ക്ലോത്തൊക്കെ വെച്ചിട്ട് അത് ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ എൻ്റെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഞാൻ പറഞ്ഞ ട്രാൻസ്പെറൻ്റ് ആണെന്ന്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നെറ്റ് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമുക്ക് ഈ ലൈനിങ് ഉണ്ടല്ലോ, ലൈനിങ്ങിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ നെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു രൂപത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത്. അങ്ങനെ ഞാൻ പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നല്ല ക്ലോത്ത് ഒന്ന് എടുക്കാം. എന്നിട്ട് ഇതൊന്ന് അമ്മോളും കാര്യങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് നമ്മുടെ യോക്ക് ഭാഗം, ഫ്രണ്ട് പോർഷൻ്റെ യോക്ക് ഭാഗം കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം ഫ്രണ്ട് പോർഷൻ നമ്മൾ ഒന്ന് മുകളിലേക്കും അതുപോലെ ബാക്ക് പോർഷന് താഴ്ത്തിയിട്ടും കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഒക്കെ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു ഭാഗം എങ്ങനെയാണോ എത്രയാണോ അളവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആ അളവിൽ തന്നെ ലൈനിങ് ഒക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേറെ 1 ഇഞ്ച് എക്സ്ട്രാ കുറച്ചിട്ട് വേണം നമ്മൾ ലൈനിങ് ഒക്കെ എടുക്കാൻ. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ബാക്ക് പോർഷനും അതുപോലെ ഫ്രണ്ട് പോർഷനും കൂടി നമുക്ക് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഒന്നിച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമ്മൾ ഈ ഒരു ക്ലോത്ത് ബാക്ക് പോർഷൻ ഉണ്ടല്ലോ അത് സെൻറ്റർ ഭാഗം ഒന്ന് നെറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നെക്കൊക്കെ ഒന്ന് അടയാളപ്പെടുത്തണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നെക്കൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. എത്രയാണോ നമുക്ക് നെക്കിൻ്റെ വീതിയും ലെങ്ത്തും വേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ റൗണ്ട് നെക്കാട്ടോ എടുക്കുന്നത്. കുട്ടികൾക്ക് എത്രയും റൗണ്ട് നെക്കാണ് ഒന്നുകൂടി ഭംഗിയുള്ളത് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ക്ലോത്തൊക്കെ ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇനി ബാക്കിയുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നല്ല വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ വരുന്ന നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷനും അതുപോലെ ഫ്രണ്ട് പോർഷനും ഇതിലേക്ക് രണ്ടും കൂടി ഷോൾഡർ അറ്റാച്ച് ചെയ്യാം കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ 2 ലൈനിങ്ങും നല്ല ക്ലോത്തും വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഭാഗങ്ങൾ 2 ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ നല്ല വശവും അതുപോലെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശവും ബാക്ക് പോർഷൻ്റെ നല്ല വശവും വെച്ചിട്ട് ഇതുപോലെ ലൈനിങ് ബാക്കിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഷോൾഡർ എങ്ങനെയാണോ ചുരിദാറിനും അതുപോലെ ലൈനിങ് ഉള്ള ഡ്രസ്സിനൊക്കെ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ ഇതാട്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതാ ഈ ഒരു ഭാഗം 2 വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലേക്കുള്ള നമ്മുടെ സ്കേർട്ടിൻ്റെ ഈ ഒരു ഫ്രോക്കിൻ്റെ അടിയിലേക്കുള്ള ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനു മുന്നേ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നെറ്റ് ക്ലോത്തും ലൈനിങ് ക്ലോത്തും ഒക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു നിറുകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാകും. അപ്പോൾ ഞാൻ ഈ ഒരു യോക്ക് ഭാഗം കാണിക്കാമെന്നുള്ള ഒരു ഇതിലാട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നിറികളൊക്കെ എങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റാത്തത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. കുറച്ച് ലെങ്ത് ആയിട്ടുള്ളതാണ് ബാക്ക് പോർഷന്. അപ്പോൾ ഇതാ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല ഫ്രില്ലാക്കിയിട്ട് തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ലൈനിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് നമ്മുടെ ഈ ഒരു ലൈനിങ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈസി ആയിട്ട് എങ്ങനെ ഈ കുഞ്ഞു നിറികളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ മുന്നത്തെ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണ്ടവരൊന്ന് കണ്ടു നോക്കുക. ഇനി ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇത് വേണ്ടത് നമ്മുടെ ഒരു കയർ പോലെ ചെയ്യുമല്ലോ കെട്ടാൻ വേണ്ടിയിട്ട് ബാക്കിലേക്ക്, അതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്താട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മുന്നേ നമ്മൾ ഈ ഒരു ഷേപ്പ് ചെയ്യുമല്ലോ അതിന് മുന്നേ ചെയ്തെടുക്കേണ്ട ഇതാട്ടോ. അപ്പോൾ ഞാൻ വിട്ടുപോയതായിരുന്നു പറയാൻ. ഇനി ഇതിലേക്ക് നമ്മൾ മുന്നേ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അടിഭാഗത്തേക്കുള്ള സ്കേർട്ട്, അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. നല്ല വശത്തിൽ കൂടി ഇതുപോലെ വെച്ചിട്ട് ഒന്നാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബാക്ക് 2 ലൈനിങ്ങും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് കുത്താത്ത വിധത്തിൽ ഈ ഒരു ഫ്രോക്കൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ സിബ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം കേട്ടോ. അത്യാവശ്യം ലെങ്ത്തുള്ള സിബ്ബന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സിബ്ബ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ ഒരു വശമൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ ഇനിയുള്ളതാട്ടോ. നമ്മൾ സിബ്ബ് എത്ര വേണ്ടത് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇനി ഇതൊക്കെ ഒന്ന് ഒരുമിച്ച് ഇതുപോലെ കൂട്ടി ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നെറ്റ് പീസ്, പിന്നെ ലൈനിങ് പീസുകളും കൂടി ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലാസ്റ്റ് നമ്മൾ അടിയിലേക്കുള്ള ഫ്രില്ലും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതോടുകൂടി നമ്മുടെ ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള വീഡിയോ തന്നെയാണ്. എൻ്റെ കയ്യിൽ നിന്നും ഒത്തിരി കാലമായി ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട്. അപ്പോൾ നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ.